ചാറ്റ് വിത്ത് ദിവ്യ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് 48ാമത് സംസ്ഥാന പഞ്ചഗുസ്തി മത്സരത്തിൽ കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ച മിനി ജോസ് എന്ന പൂഞ്ഞാർ സ്വദേശിനിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ചേച്ചി നമസ്കാരം. ഈ പൂഞ്ഞാർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സംസ്ഥാന പഞ്ചഗുസ്തി മത്സരം എന്ന് പറയുന്ന ഒരു വേദിയിലേക്ക് എത്തിയത്? ഞാൻ കുറെ വർഷങ്ങൾ സ്പോർട്സിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു. അതിനുശേഷം 2023 മുതൽ വീണ്ടും കുട്ടികളുടെ പഠനം ഒരുവിധം കുറച്ചായി എന്നൊരു തോന്നൽ വന്നപ്പോൾ വീണ്ടും ജിമ്മിൽ പ്രാക്ടീസിന് പോകാൻ തുടങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ജിമ്മില് നമ്മുടെ പൂഞ്ഞാർ റോഫെറ്റ് റിജു മാത്യുവാണ് അവിടെ ജിം മാസ്റ്ററായിട്ട് പ്രാക്ടീസ് ചെയ്തത്. ഞാൻ കുറച്ചുനാൾ അവിടെ പ്രാക്ടീസ് ചെയ്തപ്പോൾ റിജു പറഞ്ഞു, ചേച്ചി എന്തായാലും ഈ ഉടനെ തന്നെ പഞ്ചഗുസ്തിയുടെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്, ചേച്ചി അതിന് പോകാൻ റെഡി ആകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ കുറെ അധികം നാളുകളായി ഓരോ മത്സരത്തിന് പോയിട്ട് കുഴപ്പമില്ല, ചേച്ചി അതിന് പ്രാക്ടീസ് ചെയ്ത് പോകണം, ചേച്ചിക്ക് എന്തായാലും പ്രൈസ് കിട്ടുമെന്ന് റിജു ആണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. അപ്പൊ അവിടെ നിന്നും അപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയുടെ മത്സരം 2023 മത്സരം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പാലായിലായിരുന്നു. പാലായില് മത്സരത്തിന് ഞാൻ പോവുകയും എനിക്ക് 2 ഗോൾഡ് മെഡലും 1 വെള്ളിയും അവിടുന്ന് കരസ്ഥമായി. അവിടെ തന്നെ പാലായിലായിരുന്നു 2023 സ്റ്റേറ്റിലെ മത്സരം. അപ്പൊ സ്റ്റേറ്റ് മത്സരത്തിൽ ഞാൻ പോവുകയും അപ്പോൾ അവിടെ അന്ന് 2023 ഓൾറെഡി ഒത്തിരി പ്രാക്ടീസ് ഇല്ലായിരുന്നത് കൊണ്ട് എനിക്ക് 2 തേർഡ് പ്രൈസേ കിട്ടിയുള്ളായിരുന്നു. 2024 കോട്ടയം ഡിസ്ട്രിക്റ്റിനെ പ്രതിനിധീകരിച്ച് പോയപ്പോൾ 4 ഗോൾഡ് മെഡലുകൾ കിട്ടി. അപ്പോൾ സ്റ്റേറ്റിനെ പ്രതികരിച്ച് പോകാനെല്ലാം ഒരുങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ക്ഷീണം അനുഭവിച്ചത് കൊണ്ട് എനിക്ക് കോഴിക്കോടായിരുന്നു, പോകാൻ സാധിച്ചില്ല. പിന്നീട് ഈ വർഷം 2025-26 കോട്ടയം ഡിസ്ട്രിക്റ്റിന്റേത് പാലായിൽ വെച്ചും കോട്ടയം സ്റ്റേറ്റിന്റേത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ വെച്ചുമാണ് മത്സരം നടന്നത്. മത്സരത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. 14 ജില്ലകളിൽ നിന്നും തന്നെ അംഗങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു മത്സരിക്കാൻ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. എങ്കിലും അവിടെ നിന്ന് എനിക്ക് 2 വെള്ളി മെഡലുകളും 1 വെങ്കലവും കരസ്ഥമാക്കാൻ സാധിച്ചു. അതായത് 14 പേരിൽ നിന്നും മത്സരത്തിൽ നിന്നാണ് ഇത് നേടിയത്. അപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ കുറെ നാളേക്ക് വിട്ടു നിൽക്കുമായിരുന്നു. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് ഇത് നേരത്തെ തൊട്ടേ ഈ സ്പോർട്സിലുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അതെ, ഞാൻ ജനിച്ചതും വളർന്നതും കോതനല്ലൂരായിരുന്നു. കോതനല്ലൂർ ഇമ്മാനുവൽസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ എല്ലാ ഒളിമ്പിക്സ് എല്ലാ കായിക മത്സരങ്ങളിലും നമുക്ക് 3 ഐറ്റമിലേ കൂടാൻ പറ്റത്തുള്ളൂ. 3ലും ഞാൻ ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് മേടിക്കുമായിരുന്നു. അപ്പൊ ചെറുപ്പത്തിലേ തുടങ്ങിയതാണ്? ചെറുപ്പത്തിലേ തുടങ്ങിയതാണ്. 10ലെ ചാമ്പ്യൻ ആയിരുന്നു, സ്കൂൾ ചാമ്പ്യൻ ആയിരുന്നു ഞാന്. അവിടെ നിന്നും ദേവമാതാ കോളേജ് കുറവലങ്ങാടാണ് ബാക്കി പഠനം നടത്തിയത്. അവിടെയും ഞാൻ കായിക മത്സരത്തിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ +2 കഴിഞ്ഞപ്പോൾ എനിക്ക് CRPF ജോലി കിട്ടിയതായിരുന്നു. താല്പര്യക്കുറവ് കൊണ്ട് ജോലി കിട്ടിയതിന് പോയില്ല. നല്ലൊരു ജോലി കിട്ടിയിട്ടും പോയില്ല. ഞങ്ങള് മിലിറ്ററിയിലായിരുന്നു. അപ്പം ഒരു ചെറിയൊരു താല്പര്യക്കുറവ് പോലെ CRPF കേന്ദ്രത്തിന്റെ അല്ലേ, ലേഡീസിന് അത്ര ഒരു പോകണ്ടെന്നുള്ളൊരു താല്പര്യം കൊണ്ട് അന്ന് CRPF പോകാൻ, കേന്ദ്രത്തിന്റെ CRPF പോകാൻ എനിക്ക് ഒരു വീട്ടിൽ നിന്ന് ഫാമിലിയിൽ നിന്ന് ഒരു താല്പര്യക്കുറവ്, അങ്ങനെ പോയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ളൊരു കാലയളവുണ്ടല്ലോ, അതായത് പിന്നെ ചിലപ്പം കുടുംബജീവിതം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചിലപ്പോൾ സ്പോർട്സിൽ നിന്നും പിന്മാറി നിൽക്കേണ്ടി വന്നുവോ, അതോ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സപ്പോർട്ടൊക്കെ കിട്ടിയോ? അതിനുശേഷം ഞാൻ ഒരു 8 വർഷത്തോളം പ്രൈമറി ക്ലാസ്സുകളും പ്രീ പ്രൈമറി ക്ലാസ്സുകളിലുമായിട്ട് പഠിപ്പിക്കുകയായിരുന്നു. നമ്മുടെ കല്യാണത്തിന് മുൻപും കല്യാണത്തിന് ശേഷം ഇവിടെ വന്ന് ഈരാറ്റുപേട്ട അൽമിനാർ സ്കൂള്, നമ്മുടെ സെന്റ് ജോസഫ് സ്കൂള്, ഇവിടെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം 8 വർഷത്തിന് ശേഷം ഭർത്താവിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി 2007. അവിടെ ആക്സിഡന്റിന് ശേഷം ഞാൻ സ്കൂളിൽ പോകുന്നത് നിർത്തി, കായിക മത്സരങ്ങളൊക്കെ നിർത്തി. ഞങ്ങൾക്ക് 35 വർഷമായിട്ട് കടയാണ്, ബേക്കറിയാണ്, കഞ്ചിപ്പാറ അർച്ചന ബേക്കറി. അവിടെ ഭർത്താവിന്റെ കൂടെ സപ്പോർട്ടിങ് ആയിട്ട് നിന്നു. അങ്ങനെ കുറെ വർഷങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. 25 വർഷത്തെ 3 വർഷം മുമ്പാണ് വീണ്ടും ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 3 കുട്ടികളാണ് എനിക്ക്. കുട്ടികളുടെ പഠനവുമായിട്ട്
പിന്നെ കടയുടെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഒതുങ്ങി. അപ്പം ഇപ്പം കുട്ടികളൊക്കെ കുറച്ച് മുതിർന്നല്ലോ. ചേച്ചി ഈ ഒരു ഫീൽഡിലേക്കൊക്കെ പോകുമ്പോ എങ്ങനെയാ കുട്ടികളുടെയും അല്ലെ ഹസ്ബൻഡിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാ? കുട്ടികളുടെ എന്റെ മൂത്ത 2 പെൺകുട്ടികളാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ പഠിച്ച്, മൂത്തയാള് മെഡിക്കലിന് ഓസ്ട്രേലിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ആള് നേഴ്സിംഗിന് ഓസ്ട്രേലിയയിൽ പഠിക്കുകയാണ്. മൂന്നാമത്തെ കുട്ടി +1 SMB സ്കൂളിലാണ്. അവരുടെ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ എന്തിനു പോയാലും ഹസ്ബൻഡും കുട്ടികളും അമ്മ അതിന് പോകണം, അമ്മ വിന്നടിക്കും, ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിനൊന്നിന് ഓരോ വർഷവും മെച്ചപ്പെട്ടു വരുന്നത്. ഭർത്താവിന്റെയും പിള്ളേരുടെയും പൂർണ്ണമായ സപ്പോർട്ട് കാരണമാണ് നമ്മൾ ഇത്രയും എത്തിയത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ സാധാരണ രീതിയിൽ സ്പോർട്സിൽ അല്ലെ കലാരംഗത്തൊക്കെ താല്പര്യമുള്ളവരെന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ്സ് ഉള്ളവരെന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഫീൽഡിൽ, അതായത് സമൂഹത്തിൽ ഇടപെടുന്ന മറ്റുള്ള ഫീൽഡുകളിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ആകാനാണ് സാധാരണ ഒരു ചാൻസ് ഉള്ളത്. ചേച്ചി അങ്ങനെ വേറെ എന്തെങ്കിലും രീതിയിൽ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഘടനകളിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ സംഘടനയിൽ പ്രവർത്തിക്കാന്ന് പറയുന്നത്, ഞാനിപ്പോൾ കുടുംബശ്രീയില് 8 വർഷമായിട്ട് കുടുംബശ്രീ, ഞങ്ങളുടെ ഐശ്വര്യ കുടുംബശ്രീയുടെ സെക്രട്ടറി ആയിട്ട് ഇപ്പൊ 8 വർഷമായി. വീണ്ടും തണ്ണിപ്പാറ ADS-ല് അംഗമാണ്. അതില് വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. പിന്നെ നമ്മുടെ SMB സ്കൂളില് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. നമ്മുടെ പൂഞ്ഞാർ കൊറോണപ്പള്ളിയുടെ 2ാം വാർഡ് സെന്റ് ജോൺസ് വാർഡിന്റെ പ്രസിഡന്റ് ആണ് ഇപ്പോൾ. പിന്നെ അംഗൻവാടിയുടെ LP അംഗമാണ്. അങ്ങനെ കുറച്ചധികം ഒട്ടനവധി മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലാണെങ്കിലും അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതായത് സ്പോർട്സിലൂടെ മാത്രമല്ല, അതല്ലാതെ തന്നെ. അപ്പൊ അവരിൽ നിന്നൊക്കെയുള്ള ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയായി ഈ പുറമെ, അതായത് മറ്റുള്ള ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ സ്പോർട്സിൽ നോർമലി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പൊ ഒരു വീട്ടമ്മ സ്പോർട്സിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവം. അപ്പൊ അങ്ങനെ ഒരാളെ കാണുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള ഈ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? നമ്മുടെ തണ്ണിപ്പാറ വാർഡിന്റെ, പൂഞ്ഞാറ് തണ്ണിപ്പാറ വാർഡില് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ നേരത്തെ വിഷ്ണുരാജ് ആണെങ്കിലും നമ്മുടെ മെമ്പർ, ഏതൊരു ചെറിയ കാര്യങ്ങളും നമ്മൾ ഏത് കാര്യത്തിൽ വിജയിച്ചു വരുമ്പോഴും നമ്മുടെ വാർഡിന്റെ ഗ്രൂപ്പിലേക്ക് ഇടുകയും നല്ലൊരു സപ്പോർട്ട് തരികയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ വിഷ്ണുരാജ്. അതുപോലെ തന്നെ ഏതൊരു നമ്മൾ കടയിൽ ചെല്ലുമ്പോഴാണെങ്കിലും, നമ്മുടെ മാതൃവേദിയിലാണേലും, ഏത് സംഘടനയിലാണേലും, എവിടെ പ്രവർത്തിക്കുന്നതാണേലും കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു ഫുൾ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട രീതിയിൽ വീണ്ടും പോകണമെന്നുള്ളൊരു അതിയായ താല്പര്യം വരും. കുറെ ആൾക്കാർ പ്രതീക്ഷ വെക്കുന്നു, നമ്മളെ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൂടും. അതെ, എല്ലാവരുടെയും നമ്മൾ പോയി ഇങ്ങനെ ജയിച്ചു വരുമ്പോഴത്തേക്ക് അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഇനിയും പോയി കൂടുതൽ ഇങ്ങനെ മത്സരത്തിൽ കയറുകയും വിജയിക്കുകയും ചെയ്തിട്ട് വരണമെന്ന് ഓരോരുത്തരുടെ സപ്പോർട്ട് കാണുമ്പോഴാണ് നമുക്ക് ഒന്നിനൊന്നിന് ഇതിലേക്കുള്ള താല്പര്യം കൂടുന്നത്. അപ്പൊ ഇനി എന്താ ചേച്ചിയുടെ ഫ്യൂച്ചർ പ്ലാൻ? അതായത് ഇപ്പം സംസ്ഥാന തലത്തിൽ കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ചു, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നെക്സ്റ്റ് ഗുജറാത്തിലാണ് ഇനി നമ്മുടെ നാഷണൽ വരാൻ പോകുന്നത്. അപ്പം ഗുജറാത്തിൽ നാഷണലിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് മെയിലാണ്. അതിനുള്ള പ്രാക്ടീസ് ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ വീട്ടിൽ നിന്നും പൂർണ്ണ സപ്പോർട്ടാണ്, കുഴപ്പമില്ല. പിന്നെ ഇനിയും 2-3 മാസങ്ങൾ ഉള്ളത് കൊണ്ട് പോകാനുള്ള ആഗ്രഹവുമായിട്ട് റെഡി ആകുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇപ്പൊ നമ്മള് ഇതിനൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്കൊരു പരിശീലനമൊക്കെ വേണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വേറെ ഏതെങ്കിലും സംഘടനകൾ സപ്പോർട്ട് ചെയ്യുമോ, അങ്ങനെ വല്ലതും ഉണ്ടോ? അതെല്ലാം നമ്മുടെ തന്നെ എക്സ്പെൻസിലാണോ ഇത് പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്? പരിശീലനങ്ങളും കാര്യങ്ങളും നമ്മുടെ തന്നെ എക്സ്പെൻസ് ആണ്. എന്ന് വെച്ചാൽ വേറെ നമ്മള് ജിമ്മിൽ പോകുന്നതിന്റെ പൈസയും, പിന്നെ നമ്മള് മത്സരത്തിന് മത്സരിക്കുന്നതിന് നമ്മൾ അവിടെ പൈസ കൊടുക്കണം. പിന്നെ നമ്മുടെ ഫുഡ്, അക്കോമഡേഷൻ, യാത്രാ ചെലവ്, ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്നാണ്. വേറെ ഒരു സംഘടനയിൽ നിന്നും ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് ഇതുവരെ ഒരു സംഭാവനയായിട്ടോ ഒരു സഹായമായിട്ടോ നമുക്ക് ലഭിച്ചിട്ടില്ല. എല്ലാം എന്റെ ഹസ്ബൻഡിന്റെ തന്നെയാണ് ഉത്തരവാദിത്തോടു കൂടിയാണ്, ചെലവോടുകൂടി പോകുന്നത്. പക്ഷെ ചേച്ചി ഇപ്പൊ ഇത്രയധികം മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാർ സപ്പോർട്ടോട് ചെയ്യുന്നതാകുമ്പോഴത്തേക്ക് ഒരുപാട് ഇപ്പൊ സംഘടനകളോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ഒക്കെ ആദരവുകളൊക്കെ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടാണല്ലോ. അങ്ങനെ ഓർത്തു വയ്ക്കുന്ന കിട്ടിയിട്ടുള്ള ആദരവുകൾ എന്തെങ്കിലും ഉണ്ടോ? ഒത്തിരി ആദരവുകളുണ്ട്. രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ ഏത് ചെറിയ പരിപാടി വെച്ചാലും എന്നെ വിളിക്കുകയും മൊമെന്റോ നൽകുകയും പൊന്നാട അണിയിക്കുകയും അങ്ങനെ
ഒത്തിരി നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. പിന്നെ മാതൃവേദിയാണേലും നമ്മുടെ പൂഞ്ഞാർ പള്ളിയിൽ നിന്നാണേലും ഞങ്ങളുടെ സെന്റ് ജോൺസ് വാർഡാണെങ്കിലും ഇങ്ങനെ ഓരോ ചെറിയ പരിപാടി വെച്ചാലും എന്നെ വിളിക്കുകയും മൊമെന്റോ തരികയും ആദരിക്കുകയും അവിടെ ചെയ്യാറുണ്ട്. ഇപ്പൊ 3 വർഷമായിട്ടും ഇത് തന്നെയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി സപ്പോർട്ടുകളുണ്ട്. ഓക്കെ, ഇപ്പം ചേച്ചി നാഷണൽ ലെവലിൽ മത്സരിക്കാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ മത്സര രംഗത്ത് ചേച്ചി പോകുന്നതെല്ലാം സ്വന്തം എക്സ്പെൻസില് സ്വന്തമായി നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ്. അതല്ലാതെ ഇപ്പൊ ചേച്ചി ഇത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നമ്മുടെ നാട്ടിലുള്ള സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്ലാനുകളുണ്ടോ? ഞാൻ എന്ന് വെച്ചാൽ എന്റെ കൂടത്തിൽ തന്നെയുള്ള ഒരു കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ സ്പോർട്സിലെ പിള്ളേർക്ക് കൂടുതൽ ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കൂടെ തന്നെ പഞ്ചഗുസ്തിയിലുള്ളവർക്ക് യാത്ര ചെലവ്, പോകാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള ഹെൽപ്പ് എന്നല്ല, ഇപ്പൊ ചേച്ചി ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇത്ര നാളും കൊണ്ട് ചേച്ചി കിട്ടിയത്. ആ എക്സ്പീരിയൻസിൽ നിന്ന് എന്തെങ്കിലും ഒരു പകർന്നു കൊടുക്കാനുള്ള താല്പര്യമുണ്ടോ? അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ കുഴപ്പമില്ല. ഞാൻ അതിനുള്ള പിള്ളേർക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് താല്പര്യമാണ്. അത് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള പ്രാക്ടീസ് ചെയ്ത് കൊടുക്കും. ചേച്ചി ഇപ്പം പ്രതികരിച്ചത് പഞ്ചഗുസ്തി മത്സരത്തിലാണ്. അതല്ലാതെ ഈ സ്പോർട്സിന്റെ വേറെ ഏതെങ്കിലും ഇനങ്ങളിൽ മുന്നേ എക്സ്പീരിയൻസ്ഡ് ആണ്? ഞാൻ സ്കൂൾ തലത്തില് എല്ലാം തന്നെ, ഓട്ടം, ഷോട്ട് പുട്ട്, അങ്ങനെ ഡിസ്കസ് ത്രോ, ഒത്തിരി ഐറ്റംസില് സ്കൂൾ തലത്തിലുള്ള എല്ലാ ഐറ്റംസിലും പങ്കെടുക്കുകയും എല്ലാത്തിനും തന്നെ ഒരുവിധം ഫസ്റ്റ് പ്രൈസ് തന്നെ വാങ്ങിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ തണ്ണിപ്പാറയില് കുറെ വർഷങ്ങളായിട്ട് സമഭാവന കുടുംബശ്രീയുടെ പരിപാടി എല്ലാ വർഷവും നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുത്ത് എല്ലാ പരിപാടിക്കും ഫസ്റ്റ് പ്രൈസ് തന്നെ ഒരു 3 ഐറ്റം അവര് മിക്കവാറും വെക്കും. ഒന്ന് കസേരകളി, ഒന്ന് സുന്ദരിക്കോട്ട്, കുപ്പി വെള്ളം നിറയ്ക്കൽ, ഇങ്ങനെയുള്ള ചെറിയ പരിപാടികളാണെങ്കിലും അതിൽ എല്ലാ വർഷവും 3നും ഫസ്റ്റ് പ്രൈസ് തന്നെ വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ കഴിഞ്ഞ വർഷം മത്സരം വെച്ചായിരുന്നു. കുടുംബശ്രീയുടെ പൂഞ്ഞാറിൻ്റെത് വെച്ചത് നമ്മുടെ ഇവിടെ സ്റ്റേഡിയത്തിലായിരുന്നു. അതിനുശേഷം നമ്മുടെ മീനിച്ചിന്റെ വെച്ചത് ഇവിടെ സ്റ്റേഡിയത്തിൽ തന്നെ വെച്ചു. ഈരാറ്റുപേട്ട ബ്ലോക്കിന്റേത് വെച്ചപ്പോൾ കുടുംബശ്രീയുടെ 3 പ്രൈസ് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചു നമ്മളെ കുടുംബശ്രീയുടേത്. രണ്ടാമത് കോട്ടയം ഡിസ്ട്രിക്റ്റിന് വേണ്ടി നമ്മൾ പൂഞ്ഞാർ പഞ്ചായത്തിന് വേണ്ടി ഞാനും ഒരു കുട്ടിയും മാത്രമേ മത്സരത്തിന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ, പാലാ സ്റ്റേഡിയത്തില്. അതിൽ 3 പ്രൈസുകളും കഴിഞ്ഞ വർഷം വാങ്ങിച്ചായിരുന്നു. നമ്മുടെ പൂഞ്ഞാർ പഞ്ചായത്തിലെ കുടുംബശ്രീക്ക് വേണ്ടി പോയി മത്സരിക്കുകയും അതിനും സമ്മാനം വാങ്ങിക്കുകയും ചെയ്തായിരുന്നു. ഇത് ചേച്ചി ഇപ്പൊ കുറെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തല്ലോ. അപ്പം ഈ മത്സരങ്ങളിൽ ചേച്ചി പങ്കെടുക്കുന്നത് കൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് ബെനിഫിറ്റ് അല്ല. എന്റെ നാട്, അതായത് പൂഞ്ഞാർ, ഈരാറ്റുപേട്ട ഇങ്ങനെയുള്ള നാട്ടിലേക്ക് ഒരു വ്യക്തി ഇറങ്ങി ചെല്ലുകയും ഈ നാടിനു വേണ്ടി എനിക്ക് മത്സരിക്കാൻ പറ്റുകയും ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മത്സരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കുടുംബശ്രീയിൽ മത്സരിക്കാൻ പോകുന്നതും നമ്മുടെ പൂഞ്ഞാർ മേഖലയിൽ നിന്നും പൂഞ്ഞാർ പഞ്ചായത്തിൽ നിന്നും പോയത്, നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിലേക്ക് മത്സരിക്കാൻ പോയത് ഞാനും ഒരു കുട്ടിയും മാത്രമാണ്. അപ്പൊ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ വർഷം നടന്ന കുടുംബശ്രീയുടെ മത്സരത്തില് ഞാനും വേറൊരു കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കതിൽ 3 പ്രൈസുകൾ അതിനും കരസ്ഥമാക്കാൻ സാധിച്ചു. അതിലും നമ്മുടെ പൂഞ്ഞാറിന് വേണ്ടി, ഈരാറ്റുപേട്ട പൂഞ്ഞാറിന് വേണ്ടി മത്സരിച്ചതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ശരി, അപ്പൊ ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ചേച്ചിക്ക് കുടുംബത്തിൽ നിന്നൊക്കെ ഇത്ര സപ്പോർട്ടൊക്കെ ഉണ്ട്, നാട്ടിൽ നിന്നൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ പല സ്ത്രീകളും ഒരുപക്ഷെ അവരുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഇതുപോലെ സ്പോർട്സിലോ അല്ലെ കലാരംഗത്തോ ഒക്കെ ആക്റ്റീവായിട്ടിരുന്നവര് ഇപ്പൊ വീട്ടിലേക്ക് ഒതുങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ചേച്ചിക്ക് എന്താ പറയുന്നത്? മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഓരോ നമ്മുടെ മനസ്സിലുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചെന്നാ അവര് വീട്ടിൽ ഷെയർ ചെയ്തിട്ട് നമുക്ക് ഇന്ന വാസനകൾ, ഇന്ന കലാരംഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിലുള്ള സ്വന്തം കുട്ടികളോടും ഭർത്താവിനോടും പറഞ്ഞ് അവരെയും കൂടെ നമുക്ക് ഇന്ന പരിപാടിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞ്
സ്ത്രീകൾ ഇറങ്ങി വരണം. ഇപ്പോഴത്തെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കുടുംബശ്രീയൊക്കെ തുടങ്ങിയതിന് ശേഷം ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടെന്ന് പറയുമ്പം അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് CRPF ജോലി കിട്ടിയപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞത്. അതായത് അന്നത്തെ കാലം എന്ന് പറയുന്നത് മെയിൻ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന രീതിയിൽ, നമ്മൾ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ആയതുകൊണ്ട് നമ്മൾ മെയിൻ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ബാഗ് എടുത്തോണ്ട് ഇന്നൊരിടത്ത് വാന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സ്ത്രീകൾ അങ്ങനെയല്ല. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് തന്റെ ഇടമുണ്ട്, അവർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, കരുത്തുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരു പ്രാപ്തി ഉണ്ടെങ്കിൽ, അവർക്കത് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അവരെ ഇറങ്ങി വന്ന് ചെയ്യണമെന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. ഇപ്പം അതിന് ഉദാഹരണമാണല്ലോ, ഇപ്പൊ 22 വർഷം ഞാൻ വീട്ടില് ഒരു മേഖലയിലും പോകാതെ ഞങ്ങളുടെ ബേക്കറി, കുട്ടികളുടെ കാര്യങ്ങള് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പം ഒരു 3 വർഷമായിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതുപോലെ അത്യാവശ്യം കാര്യങ്ങള് സ്ത്രീകൾ ചെയ്തതിന് ശേഷം അവർ ഏജ് നോക്കരുത്, അവരുടെ ആരോഗ്യം നോക്കുക, കുറച്ച് അവര് എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുകയും നാട്ടിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ചേച്ചിയുടെ അഭിപ്രായത്തില് ഏജ് എന്ന് പറയുന്നത് ജസ്റ്റ് എ നമ്പർ. അപ്പൊ ചേച്ചി ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിന് പ്രേക്ഷകരോട് കുറച്ച് ഉപദേശങ്ങൾ, അത് സ്വന്തം ജീവിതത്തിൽ നിന്നാണ് പ്രവർത്തിച്ച് കാണിച്ചതിന് ശേഷം ഇങ്ങനെ പ്രവർത്തിക്കൂ എന്ന് പറയുന്ന രീതിയിൽ ചേച്ചിയുടെ അനുഭവങ്ങളെയൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവെച്ചതിനും നന്ദി. ചേച്ചിയുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇനി നാഷണൽ ലെവലിലും കൂടി സ്പോർട്സിൽ പങ്കെടുത്ത് ഈ നാടിന്റെ ഒരു അഭിമാനമായിട്ട് മാറാനുള്ള സാഹചര്യങ്ങൾ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ച പൂഞ്ഞാർ സ്വദേശിനിയായ നാടിന്റെ അഭിമാനമായ മിനി ചേച്ചിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു താരത്തെയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.